വിവാഹ ആഘോഷങ്ങൾക്കിടെ മരണം വിരുന്നെത്തി. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖയിൽ സമാധാന സമിതി നേതാവിന്റെ വീട്ടിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ പൊലിഞ്ഞത് 5 ജീവനുകൾ. ഒരു നാടിന് നടുക്കിയ സ്ഫോടനത്തിന്റെ വിവരങ്ങളിലേക്ക് കടക്കാം. പാകിസ്ഥാനിലെ ദേര ഇസ്മായിൽ ഖാൻ ഈ ഒരു പ്രദേശത്താണ് സമാധാന സമിതി നേതാവ് നൂർ അലം മഹസൂദിന്റെ വസതിയിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രി വൻ സ്ഫോടനം നടന്നത്. വീട്ടിലൊരു വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത് എന്നത് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു സ്ഫോടനമാണ് നടന്നതെന്ന് ജില്ലാ പോലീസ് ഓഫീസർ സജ്ജാദ് അഹമ്മദ് സഹിബാസാദ സ്ഥിരീകരിച്ചു. സ്ഫോടനത്തിൽ 5 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും 10 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. സംഭവം നടന്ന ഉടൻ തന്നെ റെസ്ക്യൂ 1122 ടീം, 7 ആംബുലൻസുകൾ, ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പരിക്കേറ്റവരെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി അധികൃതർ അറിയിച്ചു. ഖൈബർ പഖ്തുൻഖ ഗവർണർ ഫൈസൽ കരീം സംഭവത്തിൽ റിപ്പോർട്ട് തേടുകയും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണം ഒറ്റപ്പെട്ട ഒന്നല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ സമാധാന സമിതി അംഗങ്ങളെയും പ്രാദേശിക നേതാക്കളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ ഈയിടെയായി വർദ്ധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം ബന്നു ജില്ലയിൽ സമാനമായിട്ടുള്ള ആക്രമണത്തിൽ 4 സമാധാന സമിതി അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ സഹായിക്കുന്നവരാണ് ഈ സമാധാന സമിതി അംഗങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നല്ല താലിബാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുൻപ് കീഴടങ്ങിയ തീവ്രവാദികളെയും അവരുടെ കുടുംബങ്ങളെയും ആണ് ഭീകരർ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ചുരുക്കത്തിൽ ആഘോഷങ്ങൾ നടക്കേണ്ടിയിരുന്ന ഒരു വീട് ഇപ്പോൾ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യമായിരിക്കുകയാണ്. മേഖലയിൽ ക്രമസമാധാനം എത്രത്തോളം വെല്ലുവിളി നേരിടുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് വിവാഹ വീട്ടിലെ ഈ ഒരു ചോരക്കളം. സംഭവത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.